KB100 വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണിയാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം വെറുതെ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ ഡിസ്ക് ആദ്യം ചെയ്തേച്ചത് വലിയ ഡിസ്കായിരുന്നു. അതിൽ MBD പ്രശ്നം കാരണം അഴിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും അത് ചെറുതാക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്താക്കണ കുറച്ച് പണികൾ ഞാൻ പറഞ്ഞുതരാം. ഇത് KB100 സിംഗാമാണ് കേട്ടോ. ഇത് RXൻ്റെ സിംഗാമല്ല, KB100 ഒറിജിനൽ സിംഗാമാണ്. അപ്പോൾ അതിൽ ഡയറക്റ്റ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എളുപ്പം വീല് നേരെ ഡയറക്റ്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേ RXനൊക്കെ വരുന്നത് ഇത് 4 എണ്ണമാണ്. ആകെ 4 എണ്ണം വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഹബ്ബേൽ പെട്ടെന്ന് അത് വീഴും. ഹബ്ബ് കയറ്റിയിടാനൊക്കെ ഡിസ്ക് കയറ്റിയാലും ഡിസ്കുള്ള വണ്ടി ആക്കിയാലും ശരി നമുക്കിത് എളുപ്പം കയറ്റിയിടാൻ പറ്റും. പക്ഷേ KB100 അങ്ങനെയല്ല. ഇതിൻ്റെ സിസ്റ്റം മൊത്തം ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഹബ്ബ് അതിനുള്ളിലിട്ട് ഡിസ്ക് കയറ്റി കഴിഞ്ഞാൽ കയറില്ല. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് സ്ലീവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ ഒരു മൈന്യൂട്ടായിട്ട് ഒരു 2 mm. അതുകൂടാണ്ട് ഇവിടെ നിന്ന് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. മറ്റേതിൽ 4 എണ്ണം വന്നത്, RXലൊക്കെ 4 എണ്ണം വന്നത്, ഇതിൽ ഓൾറെഡി 6 എണ്ണം വന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 എണ്ണം മതി. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞതാണ് എളുപ്പം കയറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇയാളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീലിറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചറാവേ വഴിയിലെവിടെയെങ്കിലും വെച്ച് പഞ്ചറാവേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം അഴിച്ചിറക്കിയാൽ മാത്രമേ വീലിറക്കാൻ പറ്റുള്ളൂ. ഇത് ഈ നെട്ട് അടക്കം അഴിച്ച് ചെയിൻ മാറ്റിയിട്ട് വീല് അഴിച്ച് ഈ സാധനം അഴിച്ച് മൊത്തം അഴിച്ചാൽ ഞാൻ ഇതിനു മുമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് സാധാരണ വണ്ടിയിൽ നിന്ന് സാധാരണ പഞ്ചർ അഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ചർ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സാധാരണ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താക്കണം. വണ്ടി ഇത്ര നാളും പഞ്ചറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇനി കിട്ടുകയാണെങ്കിൽ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് ഇങ്ങനെ ആക്കിയേക്കണം. സിമ്പിളായിട്ടുള്ള രീതിയിൽ സാധാരണ വീലിറക്കണ പോലെ തന്നെ ഇറക്കാൻ പറ്റും. നേരത്തെ അങ്ങനെ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൽ ചെയ്തേക്കണത് ഇപ്പോൾ ചെറിയ ഡിസ്ക് ആക്കിയിട്ടാ. വലിയ ഡിസ്ക് മാറ്റിയിട്ട് നമ്മൾ ചെറിയ സാധാരണ പൾസറിൻ്റെ 150 പൾസറിൻ്റെ ഡിസ്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെയ്തേക്കണൊക്കെ പഴയ പണി തന്നെ. അഡാപ്റ്റർ ഒരു അലൂമിനിയത്തിൽ അഡാപ്റ്റർ അടിച്ച്, നേരത്തെ ഇരുമ്പിലായിരുന്നു അടിച്ചത്, അത് മാറ്റിയിട്ട് നമ്മൾ അലൂമിനിയത്തിൽ അഡാപ്റ്റർ അടിച്ചായിരുന്നു. പിന്നെ വേറെ ഇതിനുള്ളിൽ ഓൾട്രേഷനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അഴിച്ചിട്ട് സാധാരണ രീതിയിലാക്കിയിടാൻ പറ്റും. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂ ടൈപ്പ് ആക്കാൻ പറ്റും. വേറെ എക്സ്ട്രാ അലമ്പ് പരിപാടികളൊന്നും നമ്മിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ ബോൾട്ട് അടിച്ചാക്കണതാണെങ്കിലും ഇടക്കുന്ന് ബോൾട്ട് ഹബ്ബേൽ കൊടുത്തിട്ടില്ല. ഹബ്ബേലൊന്നും ഇടങ്ങേറ് പണിയൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്താണ് നമ്മൾ ഹോൾ അടിച്ചാക്കണം. ഇതിനകത്ത് ഹോൾ അടിച്ചിട്ട് ആണ് ചെയ്താക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പണിയാനായിട്ടാണെങ്കിലും അഴിച്ചെടുത്ത് മാറ്റി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് അപ്പുറത്തേക്ക് ഹോൾ അടിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്താക്കണം. അതുകൊണ്ട് തന്നെ ഈ നെട്ടൊന്നും അഴിച്ച് മാറ്റിയതിന് ശേഷം ഹബ്ബ് സാധാരണ രീതിയിൽ ബ്രേക്ക് ഷൂ ആക്കി പിടിപ്പിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അഴിക്കാനുള്ള സമയം മാത്രമേ നമുക്ക് വരുള്ളൂ. മറ്റെല്ലാം ഡയറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് പണിതാക്കണത്. ഇപ്പോൾ ഡിസ്ക് ചെയ്തിട്ട് MBD പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് എല്ലാം വർക്ക്ഷോപ്പിൽ കയറ്റാണ്ട് വീട്ടിലിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അഴിക്കാനുള്ള ഒരു മരിങ്ങ് മാത്രം മതി. അഴിക്കാനുള്ള ഒരു മരിങ്ങുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പണിതാക്കണം. അത് വേറൊന്നുമല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സ്റ്റോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ ഹബ്ബ് മാറാനാ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരത്താത്ത രീതിയിലാണ് ഇതിലെല്ലാം പണിതാക്കണം. ഡിസ്ക് വേണ്ട, ഇപ്പോൾ ചെറിയ ഡിസ്ക്കാണ് ചെയ്താക്കണം. മറ്റേത് ഏതാണ്ട് ഇത്ര ഉണ്ടായിരുന്നു, NS200ൻ്റെ ഡിസ്ക്കായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് എടുത്താണ്. അപ്പോൾ ഓക്കെ.